എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഹെൽത്ത് ആൻഡ് ലോ ആസ്പെക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, എങ്ങനെയാണ് ആക്ട് ഉണ്ടാവുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് റിലേറ്റഡ് ആക്ട്സ് ആണ്. MTP ആക്ട്, ഡിസാസ്റ്റർ ആക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഹൈക്കോർട്ടിലെ പ്രാക്ടീസിങ് ലോയറായ ഷാജിനയാണ്. പിന്നെയുള്ള ഈ നമ്മുടെ ബോഡിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ്സ് ഉണ്ട്. ലൈക്ക് ബോഡിലി ചേഞ്ചസ് വരുത്താനും ബോഡിലി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള സെക്ഷൽ ഓറിയന്റേഷൻ മാറ്റാൻ, അങ്ങനെയാണോ ഉദ്ദേശിച്ചത്? സെക്ഷൽ ഓറിയന്റേഷൻ മാറ്റുന്നത് മാത്രമല്ല, സർജറീസ് ചെയ്യുക, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിന്റെ അപ്പം അവർക്കും ലൈക്ക് ദേ ക്യാൻ ഓൾസോ ഡിസൈഡ് ഓൺ ദ ഫിസിക്കൽ ആസ്പെക്ട്. അപ്പം പണ്ടൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ പണ്ടൊക്കെ ദേ യൂസ് ടു ഡു ഹിസ്റ്ററക്ടമി ഫോർ എന്താ പറയുക, ഇങ്ങനത്തെ ആൾക്കാർ സോ ദാറ്റ് ദേ ഡോണ്ട് കീപ് മെൻസ്ട്രേറ്റിംഗ്, പെണ്ണുങ്ങൾക്കാണെങ്കിൽ. അല്ലെങ്കിൽ സംടൈംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യും without because they can't consent. There'll be a guardian or someone who can consent, and അവർക്കും ഇതിനെ പറ്റി കൂടുതൽ അറിയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ ആക്ട് പ്രകാരം. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ നമുക്ക് ഒരു എന്ന് വെച്ചാൽ പബ്ലിക് ഹെൽത്ത് ആക്ട് നമ്മൾ പണ്ട് കാലത്ത് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറഞ്ഞ് ഇറക്കിയതിന് ശേഷം പിന്നെ നമുക്കൊരു ഈ പാൻഡമിക് വന്നതിന് ശേഷമാണ് തോന്നുന്നത് ഇതിനകത്തോട്ടൊരു ഓറിയന്റേഷനും. അതിനു മുമ്പ് നിപ്പ വന്നപ്പോഴും കുറച്ചൊക്കെ ഒരു ഓറിയന്റേഷനും നമുക്കൊരു റിവിഷൻ, എങ്ങനെ ഒരു സ്ട്രക്ചേർഡ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വേണം എന്നുള്ളത് ആ നിപ്പ സമയത്താണ്. പിന്നെ ഇത് വന്നു H1N1 മുമ്പ് ഉണ്ടായിരുന്നു, 2010 വന്നു H1N1 വന്നു, പിന്നെ നിപ്പ വന്നു. അപ്പൊ ഈ പബ്ലിക് ഹെൽത്ത് ആക്ട് വന്ന സമയത്ത് ആരെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഷുഡ് ബി എൻ ഹെൽത്ത് അതോറിറ്റി or a public can take up the or act upon it എന്നാണ്. പബ്ലിക് ഹെൽത്ത് ആക്ട് മോർ ഓർ ലെസ് നമ്മളെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെറ്റിംഗ് അപ്പ് പോളിസീസ്, അതുപോലെ ഓരോ സ്ഥലത്തുള്ള ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെവലിൽ ഈ ഹെൽത്ത് ഇത് റിലേറ്റഡ് ഈ പോളിസീസിന്റെ ഇംപ്ലിമെന്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് മെയിൻലി പബ്ലിക് ഹെൽത്ത് ആക്ടിൽ ഇൻക്ലൂഡ്. പിന്നെ ഒരു എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അതെങ്ങനെ, ഏത് ലെവലിൽ എന്തൊക്കെ ബോഡീസ് ഫോം ചെയ്യണം, അതായത് ഡിസ്ട്രിക്ട് ലെവൽ, സ്റ്റേറ്റ് ലെവലിൽ ഒരു ബോഡി ഉണ്ടാവും, അത് കഴിഞ്ഞ് ഇംപേഷ്യൻ ലെവൽ, അങ്ങനെ, അല്ലെങ്കിൽ കംപ്ലൈന്റ് സിസ്റ്റം, അങ്ങനെ അതാണ് മെയിൻ. അത് റൈറ്റ് ബേസ്ഡ് ആയിരിക്കും. പബ്ലിക് ഹെൽത്ത് ആക്ടിലുള്ള പ്രൊവിഷൻസ് റൈറ്റ് ബേസ്ഡ് അല്ല, ഒരു സിസ്റ്റം ബേസ്ഡ് ആണ്. അതായത് ഒരു മാസ് പ്രൊട്ടക്ഷൻ, മാസ് സെക്യൂരിറ്റി. അത് മറ്റേ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ നമ്മൾ ഈ സ്റ്റേറ്റ് കുറെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ ആ ഒരു കൺഫോമിറ്റിയിൽ കൊണ്ടുവന്ന ആക്ടാണ്. അപ്പം അത് ഗവൺമെന്റ് അല്ലെങ്കിൽ അതോറിറ്റീസ് അവർ സെറ്റപ്പ് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആക്ടാണ് പബ്ലിക് ഹെൽത്ത് ആക്ട്. പിന്നെ നമുക്ക് വന്നത് ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ആണ്. കേരളം ഇപ്പം ഡിസാസ്റ്റർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പണ്ടൊക്കെ ബാക്കി സ്റ്റേറ്റ്സിലായിരുന്നു കൂടുതലും കാമൻ അല്ലെങ്കിൽ ഫ്ലഡ് അങ്ങനെയൊക്കെ കണ്ടുവരുന്നത്. നമുക്കിപ്പോൾ ഫ്ലഡ്സ് വന്നു, സുനാമി വന്നു, സൈക്ലോൺ വന്നു, സൈക്ലോൺ ത്രെറ്റ്സ് വന്നു. അങ്ങനെ ഇപ്പം ഒരുപാട് ഡിസാസ്റ്റർ, ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് ആയിരിക്കാം, പക്ഷെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇപ്പം കൂടി വരാണ്. അപ്പം അതിൻ്റെ ഒരു ബേസിസിൽ നമുക്ക് ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു പോളിസി ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ലോ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആക്ട് ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്. അത് പ്രകാരം ഡിസ്ട്രിക്ട് കളക്ടറിന് പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് കമ്മിറ്റീസ്, ഓരോ ഡിസാസ്റ്റർ അനുസരിച്ച് ഏതൊക്കെ കമ്മിറ്റീസ് ഫോം ചെയ്യണം, ആ കമ്മിറ്റീസിന്റെ പവേഴ്സ് എന്താണ്, ഡിസ്ട്രിക്ട് കളക്ടറിന്റെ പവേഴ്സ് എന്താണ്, എന്തെല്ലാം ചെയ്യാൻ പറ്റും, എന്തെല്ലാം ഡയറക്ഷൻസ് കൊടുക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പറഞ്ഞു. ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം നമുക്ക് റീസെൻ്റ്ലി വന്ന പാൻഡമിക്, പിന്നെ
നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഇതെല്ലാം ഇൻക്ലൂഡഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ് ബേസ്ഡ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് വരും. ബിക്കോസ് ഓരോ സ്റ്റേറ്റിന് ഡിസാസ്റ്റേഴ്സ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രത്യേക ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, കേരളത്തിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കളക്ടറിൻ്റെ പവേഴ്സ്, ഓരോ ബോഡീസ് ഫോം ചെയ്യുന്നതിൻ്റെ, പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തെല്ലാം ചെയ്യാൻ പറ്റും, ഇങ്ങനെയെല്ലാം പബ്ലിക്കിനെ അത് പ്രകാരം ഇപ്പം ഒരു സ്ഥലത്തുനിന്ന് മാറ്റി ഇവാക്വേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വരും. ഞാൻ ഈ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഞാൻ ഉദ്ദേശിച്ചത്, ഫോർ എക്സാമ്പിൾ ഒരു ഫയർ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊരു ഡിസാസ്റ്ററിൻ്റെ അടിയിൽ വരില്ല, ഫയർ ബ്രേക്ക് ഔട്ട് ഒന്നും. ഇപ്പം എന്താ പറയുക, ഫോറസ്റ്റ് ഫയർ അതൊക്കെ ആണെങ്കിൽ ഒരു ഡിസാസ്റ്റർ വരും. പക്ഷേ ഫോറസ്റ്റ് ഫയർ വരുമ്പോൾ അത് ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദ പബ്ലിക്കിലേക്ക് അത്രയും വരില്ല. അപ്പോൾ അല്ലാതെ ഒരു ബിൽഡിംഗ് ഫയർ വരുന്നത് അത് ആ ഒരു ബിൽഡിങ്ങിലെ ആൾക്കാർ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഓക്യുപ്പൻസിൻ്റെ മാത്രം ഒരു ഇഷ്യൂസാണ്. അതൊരു ഡിസാസ്റ്റർ ഇതിൽ വരും, ഡിസാസ്റ്റർ എന്നുള്ള ഡെഫിനേഷനിൽ വരും. അപ്പം ഇത്രയും പറഞ്ഞു. നമ്മൾ ഒരുപാട് ആക്ട്സിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇനി അറിയേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസിഷൻ മേക്കർ എന്ന ഒരു നിലയിൽ യു മസ്റ്റ് ഹാവ് സീൻ സോ മെനി കേസസ് ബീയിങ് കോട്ട് ഇൻ ദ കോർട്ട്. സോ was there any case where there was എന്താ പറയുക, it was brought in, the issue was brought in by ഒരു പേഴ്സണൽ ആസ്പെക്റ്റിൽ വന്നിട്ട് then it has gone into for a public good? അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം സെയിം സെക്സ് മാരേജിൻ്റെ അത് ഒരു പേഴ്സണൽ ഇതിലാണ് ഫസ്റ്റ് ഇനീഷ്യലി വന്നത്. അത് കഴിഞ്ഞ് കുറേ ആൾക്കാർക്ക് ആ സെയിം സെക്സ് മാരേജ്, അതായത് അവർ പറയുന്ന ലിവിങ് ടുഗെദർ പറ്റുമെങ്കിലും ആ സെയിം ഇപ്പം ഒരു എന്താ പറയുക, ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ നോമിനിയെ ആക്കാൻ പറ്റില്ല, ലൈഫ് പാർട്ട്ണർ അല്ല, അത് മാരീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ പല ഇഷ്യൂസും അൺമാരീഡ് കപ്പിളിന് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഓരോ കേസസ് കോടതികളിൽ വന്ന് ഇപ്പം സുപ്രീം കോർട്ടിൽ പെൻഡിങ്, അതായത് പല ഇത് വന്ന് ഒരുമിച്ച് ഹിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുപോലെ എന്താ പറയുക, സെക്സ് ബിറ്റ്വീൻ സെയിം ജെൻഡർ, അപ്പം അത് എന്താ പറയുക ഡീക്രിമിനലൈസ് ചെയ്തു. അതെല്ലാം എന്താ പറയുക, ഫസ്റ്റ് ഇനീഷ്യലി ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇത് ആയി വന്ന് അങ്ങനെ പല സ്ഥലത്തുനിന്നും ഇപ്പം ഞാൻ പറയില്ലേ, ഒരു സൊസൈറ്റിയൽ ചേഞ്ച് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ആറ്റിറ്റ്യൂഡ്, നമ്മൾ സൊസൈറ്റീൻ്റെ ഡെവലപ്മെൻറ്റ് അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ആ ചേഞ്ച് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പോപ്പുലേഷനിൽ ഒരു പാർട്ട് തന്നെ ആ ഒരു പഴയ ആക്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിസ്റ്റം കൊണ്ടൊരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ദേ ആർ ഫേസിങ് ഡിഫിക്കൽട്ടീസ്, ദേ ആർ നോട്ട് ഗെറ്റിംഗ് ദെയർ റൈറ്റ്സ് ഡൺ. അതായത് ഇപ്പം ഡിസ്ക്രിമിനേഷൻ ഉണ്ട് ആൾക്കാർക്ക്, ഇപ്പം പ്രോപ്പർ ആക്സസ് ടു ഹെൽത്ത് സിസ്റ്റം കിട്ടുന്നില്ല. അതിപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ആണെങ്കിലും അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ വന്നാണ് ആ ഒരു ഇപ്പം അത് സെയിം സെക്സ് ബിറ്റ്വീൻ സെയിം ജെൻഡർ ഡീക്രിമിനലൈസ് ചെയ്തു. പിന്നെ ഇപ്പം സെയിം സെക്സ് മാരേജിനെ പറ്റിയിട്ട് ഇത് നടന്നുകൊണ്ട് ആർഗ്യുമെൻറ്റ്സ് സുപ്രീം കോർട്ടിൽ പെൻഡിങ് ആണ്, അത് നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പോൾ അതൊരു പബ്ലിക് ഇപ്പോൾ അത് സെയിം സെക്സ് മാരേജ് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് പബ്ലിക് ഇൻട്രസ്റ്റിൽ വരുന്ന ഇതാണ്. സോ ഒരുപാട് ആസ് എ ഡിസിഷൻ മേക്കർ ഒരുപാട് ഡെലമാസ് ഉണ്ട് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നതിൽ. ചില കാര്യങ്ങളിൽ there will be clear cut guidelines അല്ലെങ്കിൽ clear cut steps to be taken എന്ന് പറഞ്ഞിട്ട് we can implement that. ബട്ട് പലപ്പോഴും നമുക്ക് അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഗൈഡ് ലൈൻസോ ഗ്രേ ഏരിയാസ് ആയിരിക്കും, ഒരുപാട് ഗ്രേ ഏരിയാസ് ഉണ്ട് നമുക്ക്. ഒരു റിഫ്ലക്റ്റ് നമ്മളെ കോൺഷ്യൻസ് ആയിട്ട് നമ്മുടെ കോൺഷ്യൻസ്, നമ്മുടെ എക്സ്പീരിയൻസസ്, നമ്മുടെ ഒബ്സർവേഷൻ, പിന്നെ നമ്മുടെ തന്നെ ചിലപ്പോൾ ചോയ്സ്, അല്ലെങ്കിൽ നമ്മൾ ഒരു ഹ്യൂമെയിൻ ബേസിസിൽ തിങ്ക് ചെയ്യേണ്ട ചിലപ്പോൾ ചില ഡിസിഷൻസ് വിൽ നോട്ട് ബി ഒരു
ഹ്യൂമെയിൻ അല്ല, Humanitarian പക്ഷെ പേഴ്സണൽ ആയതുകൊണ്ട് ഹ്യൂമെയിൻ ആവാതെ അങ്ങനത്തെ ഒരുപാട് ഡെലമാസ് വരും നമ്മുടെ. പിന്നെ പേഴ്സണൽ പെർസ്പെക്റ്റീവ്, അതായത് എനിക്കിങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഐ എം വെൽ വേഴ്സ്ഡ് വിത്ത് ഡീലിംഗ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ്. പക്ഷെ മേ ബി ഇൻ ആൻ എക്സ്ട്രീം ഫോം. പക്ഷെ ആക്ച്വൽ ഡിസിഷൻ മേക്കിംഗ് മേ നോട്ട് നീഡ് ദാറ്റ് എക്സ്ട്രീം റിയാക്ഷൻ. അപ്പം അങ്ങനെ ഒരുപാട് ഇമോഷണൽ അല്ലെങ്കിൽ തോട്ട് അല്ലെങ്കിൽ ഐഡിയേഷൻ അല്ലെങ്കിൽ കൺസെപ്ച്വലൈസേഷൻ ഷുഡ് ബി ദെയർ ഇൻ എ ഡിസിഷൻ മേക്കിംഗ്. ലീഗൽ ഫീൽഡിൽ അത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ചില ഏരിയാസിൽ ദർ വിൽ ബി കൺഫ്യൂഷൻ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്ന ഹെൽത്ത് റിലേറ്റഡ് ഏരിയാസ് എന്തെങ്കിലും ഉണ്ടോ? ഹെൽത്ത് റിലേറ്റഡ് ഇപ്പം റീസെൻറ്റ് കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരു ലേഡി ഹു ഇസ് 26 week pregnant. ഷി വാണ്ടഡ് ടു ടെർമിനേറ്റ് ഹർ പ്രഗ്നൻസി. കാരണം അതിൽ കുറേ റീസൺസ് അവർ പറഞ്ഞിട്ടുണ്ടായി. ആൻഡ് സുപ്രീം കോർട്ടിൽ പോയി. സുപ്രീം കോർട്ട് ഫസ്റ്റ് ഡിവിഷൻ 2 ജഡ്ജസ് അവർ ഫസ്റ്റ് ദേ ഗേവ് ദ കൺസെൻറ്റ് ടു ടെർമിനേറ്റ് ദ പ്രഗ്നൻസി. ഇവർ പറഞ്ഞ റീസൺസ് 26 weeks എന്ന് പറയുമ്പം there should be a need for a മെഡിക്കൽ ബോർഡ്. മെഡിക്കൽ ബോർഡ് ഉണ്ടെങ്കിലും ആ ഒരു വിത്ത് ഫോർ എക്സെപ്ഷണൽ സർക്കംസ്റ്റൻസസ് ആണെങ്കിലേ മാത്രമേ ഈ മെഡിക്കൽ ബോർഡ്, അല്ലാതെ യൂഷ്വലി എല്ലാവർക്കും പറ്റില്ല. അതിനാണ് കോർട്ടിൽ പോകുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ബോർഡ് കോടതിൻ്റെ ഡയറക്ഷൻ. അതിപ്പം പോക്സോ വിക്ടിംസ് അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇപ്പം പോക്സോ വിക്ടിംസ് ആകുമ്പോൾ കുട്ടികൾ അവർക്ക് ദേ മേ നോട്ട് ബി ഏബിൾ ടു റെക്കഗ്നൈസ് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഉണ്ട് എന്നൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ബൈ ദ ടൈം പാരൻസ് അല്ലെങ്കിൽ ഫാമിലി റെക്കഗ്നൈസ് ചെയ്ത് വരുമ്പോഴത്തേനും ആ പീരിയഡ്, രജിസ്ട്രേഷൻ പീരിയഡ് മേ ബി 26 ആയിട്ടുണ്ടാവും, 32 ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇറ്റ്സ് എക്സ്ട്രേനിയസ് സർക്കംസ്റ്റാൻസസ് ആണ്. അതിൽ ആ ഒരു ഡിലമ വരുന്നത് റൈറ്റ് ടു ചൂസ്, അതായത് എൻ്റെ ബോഡി അല്ലെങ്കിൽ മൈ ഡിസിഷൻ, മൈ റൈറ്റ് ടു മേക്ക് എ ഡിസിഷൻ ഫോർ മൈ ഓൺ ഗുഡ്, അതായത് വെദർ ടു കണ്ടിന്യൂ ദ പ്രഗ്നൻസി, വെദർ ടു ഹാവ് ദ ബേബി, അത് വേഴ്സസ് ദ റൈറ്റ് ടു ലൈഫ് ഓഫ് ദാറ്റ് ഫീറ്റസ് അല്ലെങ്കിൽ ബേബി. അത് രണ്ടും ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന ഒരു ഏരിയ. അപ്പോൾ ഈ റീസെൻ്റ് ഇത് വന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരു മെച്ചുവേർഡ് ലേഡി ഹു ഹാഡ് റീസൺസ്, who wanted to exercise her right of choosing whether she wants to have the baby or not, അവരുടെ റൈറ്റ് വേഴ്സസ് റൈറ്റ് ഓഫ് ദ അൺബോൺ ചൈൽഡ് ടു ഗെറ്റ് എ ലൈഫ്. അത് ഭയങ്കര ഒരു ഹ്യൂമാനിറ്റേറിയൻ ആസ്പെക്റ്റിൽ നോക്കുമ്പം രണ്ടും എന്താ പറയുക, രണ്ടും ഒരു നീഡാണ്. പക്ഷെ നമ്മൾ ഏതിന് വെയിറ്റ് കൊടുക്കും എന്നുള്ളത് ഒരു എന്താ പറയുക പേഴ്സണൽ ഇത് വരും. അതുകൊണ്ടാണ് നെക്സ്റ്റ് ബോർഡ് റിപ്പോർട്ട് ചെയ്ത്, അതായത് ദർ ഇസ് എ ചാൻസ് ഓഫ് ലൈഫ്. ഒരു മദർ മാത്രം ആയിരിക്കില്ല, അല്ലെങ്കിൽ മേ ബി ഇൻവിട്രോ ടൈപ്പ് ഓഫ് ഇതായിരിക്കും. ബട്ട് ഇഫ് ഇറ്റ് വാസ് ആൻ ഇൻവിട്രോ ഷി വുഡന്റ് ഹാവ് ഗോൺ. ഇല്ല അബോർഷന് പോവില്ലല്ലോ. ഇറ്റ് വാസ് എ നീഡ്. അങ്ങനെയല്ല നമ്മൾ ഇൻവിട്രോയിൽ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതായിരിക്കണം എനിക്ക് തോന്നുന്നു. ലൈക്ക് അല്ല, ഇങ്ങനത്തെ കേസിൽ ഈ ലൈഫും ലൈഫ്, അതായത് ഈ ഫീറ്റസിന് ഒരു ഹാർട്ട് ബീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദർ ഈസ് എ ചാൻസ് ദാറ്റ് ദ ഫീറ്റസ് വിൽ ക്യാൻ ബി ടേക്കൺ ഔട്ട് ആസ് എ ഫുൾ ഹെൽത്തി ബേബി എന്നുള്ളൊരു ചാൻസ് ഉണ്ടെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് വൺ ഓഫ് ദ ജഡ്ജസ് ഷീ ബാക്ക്ഡ് ഔട്ട് ഫ്രം ഹർ ഏർലിയർ ഡിസിഷൻ. അങ്ങനെ വാട്ട് ഹാപ്പൻഡ് ഇസ്, അപ്പോൾ യൂഷ്വലി 2 ജഡ്ജ് ബെഞ്ചാണ് ഇങ്ങനത്തെ മാറ്റേഴ്സ് ഹിയർ ചെയ്യുക. സിൻസ് ദേ ഹാഡ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, അവരത് ഫുൾ ബെഞ്ച് എന്ന് പറയും, 3 ജഡ്ജസ് ഇരിക്കുന്നത്. അപ്പോൾ ഫുൾ ബെഞ്ച് നമ്മുടെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ് ചെയ്ത് അത് മാറ്റർ ഹിയർ ചെയ്തു. എന്നിട്ട് കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് ഫർദർ ഇതിന് വേണ്ടിയിട്ട് ടെസ്റ്റുകൾ നടത്താനും, if the baby fetus is taken out, whether it can be given മറ്റേ എക്സ്റ്റേണൽ സപ്പോർട്ട് കൊടുത്തത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഗവൺമെൻറ്റിനോട് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് പെൻഡിങ് ആണ്. അപ്പോൾ അതിൽ റൈറ്റ് ടു ലൈഫ് ഓഫ് ദ അൺബോൺ ബേബി, റൈറ്റ് ടു പേഴ്സണൽ ലിബർട്ടി ഓഫ് മേക്കിംഗ് എ ചോയ്സ് ഓഫ് ദ വുമൺ, അത് കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ അത് ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളത് ഓരോരുത്തരെ പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഓരോരുത്തരെ എന്താ പറയുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2 ജഡ്ജസ് ഡിഫർ ചെയ്തു. ഒരു ലൈഫ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരു ജഡ്ജ് എങ്ങനെയാണ് ഒരു കോടതിക്ക് ഒരു ലൈഫ് ഒരു റീസണും ഇല്ലാതെ
ലൈഫ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കൊടുക്കാൻ പറ്റുമോ, ഈവൺ ഇഫ് ആ ലേഡീൻ്റെ. അപ്പം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് ആണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ നമ്മൾ എവല്യൂഷൻ തന്നെ ഉണ്ടാവുന്നത്. അപ്പം പലരും സ്പോണ്ടേനിറ്റി വഴി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് മിസ്കാരേജ് ആണെങ്കിൽ അത് നാച്ചുറൽ ഇതാണ്. ബട്ട് ഈ ചോയ്സ് റൈറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഡിസിഷനിലുള്ള ഒരു ഡെലമ. അത് ഓഫ് കോഴ്സ് അത് ആര് ഡിസിഷൻ മേക്കേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, അവരുടെ സറൗണ്ടിങ്സ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അത് ഡിപ്പെൻഡ് ചെയ്യും. ബിക്കോസ് ലോ ഈസ് ഈവൻ ദ ലോ ഈസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ വരുമ്പോൾ എപ്പോഴും പേഴ്സണൽ ഒരു ഇത് വരും, പേഴ്സണൽ അപ്രോച്ച്. അത് ഹൂസ് ദ ഡിസിഷൻ മേക്കർ, അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അപ്രോച്ചും ഒക്കെ എപ്പോഴും ആ ഒരു ഇതിൽ, അതായത് ഗിവൺ ദ ഫാക്ട്സിൽ ഈ ലോ ആപ്ലിക്കബിൾ ആവുമോ എന്നുള്ളത് അവർക്കൊരു നോഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവർക്കൊരു ഇതുണ്ട്. അപ്പോൾ അവരത് വെച്ചിട്ടേ ബേസ് ചെയ്യുള്ളൂ. ഈ ഒരു ഡിസിഷൻ ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു റൈറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് ലോസ് അല്ലെങ്കിൽ റിവിഷൻസ് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. ബിക്കോസ് ഇപ്പോൾ നമ്മൾ ഇപ്പം റൈറ്റ് ടു ഹെൽത്ത് എന്ന് പറഞ്ഞു, റൈറ്റ് ടു ഹെൽത്ത് ക്യാൻ ബി എക്സസൈസ്ഡ് ബൈ എ പേഴ്സൺ ഹു ക്യാൻ തിങ്ക് ഫോർ ഹിംസെൽഫ്, അല്ലെങ്കിൽ who has a person who can act for him according to his thoughts. Maybe physically she is capable of giving birth to a child, but emotional trauma, whatever she have to undergo, mental health അത് കഴിഞ്ഞിട്ടുള്ള to raise the child, postpartum, financial ഒരുപാട് കാര്യങ്ങളുണ്ട്. മേ ബി പാർട്ട്ണർ പ്രോബ്ലം, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് she may have to face because of this, decision that we went for the pro-life. After some time ചിലപ്പോൾ ഇങ്ങനെയും സംഭവിക്കാം, after bringing the life to the world they may be in a emotional condition to accept that. And they അവരുടെ right ഉണ്ടല്ലോ, like they can question back, no, right to life ഉണ്ടെന്ന് പറഞ്ഞിട്ട് why did you bring me to the world എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥ പാടില്ല. So that kind of I think our decision is very dilemmatic decision making ആണ്. അത് അങ്ങനെ ഒരു ഇത് ലൈക്ക് ഐ ഫെൽറ്റ്, അല്ലെങ്കിൽ ആസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഫീമെയിൽ ലോയേഴ്സ് ഞങ്ങളൊരു ഡിസ്കഷൻ ഉണ്ടായത്, ഞാൻ ഒരു 10 months ഹാർഡ്ലി 1 year ബാക്ക് ഒരു പോക്സോ വിക്ടിം, 10-year-old പോക്സോ വിക്ടിം, ഷി വാസ് ഇംപ്രഗ്നേറ്റഡ് ബൈ ഹർ ഓൺ ഫാദർ. മദർ അറിഞ്ഞില്ല, 32 weeks ആയതിനു ശേഷമാണ് ദ ഫാക്ട് ദാറ്റ് ദ ചൈൽഡ് ഇസ് പ്രഗ്നൻ്റ് എന്ന് അറിഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് കോടതിയിൽ വന്ന് കോടതിൻ്റെ ഓർഡർ വേണം. ഹൈക്കോർട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പിയർ ചെയ്ത്, കോടതിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 32 weeks എന്ന് പറയുമ്പം ദ ബേബി ഈസ് ഓൾമോസ്റ്റ് ഫുള്ളി ഒരു ഡെവലപ്ഡ്, അപ്പം ഫുൾ ടേമായി. അപ്പോൾ അതിനെ ഒരു ലൈഫ് എൻഡ് ചെയ്യാൻ എങ്ങനെ പറയാൻ പറ്റും എന്നുള്ള ഒരു ഡിലമായിരുന്നു കോടതിക്കും. അവസാനം മെഡിക്കൽ ബോർഡിനെല്ലാം കൺസൾട്ട് ചെയ്തു. പിന്നെ എന്ത് ഡിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിസേറിയൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുത്ത് ഇത് സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റിയിൽ കുട്ടീനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാക്കി കെയർ എല്ലാം കൊടുത്ത് പിന്നെ ആഫ്റ്റർ ഷീ ഈസ് ഫുള്ളി ഡെവലപ്ഡ് അഡോപ്ഷന് കൊടുക്കുക എന്നുള്ള രീതിയിൽ. പക്ഷേ അത് ആദ്യം ഒരു സജഷൻ പോലെ വന്നത് ഈ കുട്ടി ഫുൾ ടേം ആയിട്ട് എടുത്താൽ പോരെ എന്നുള്ള ഒരു സജഷൻ വന്നിരുന്നു. അപ്പം പക്ഷേ അത് ആ കുട്ടിയുടെ മെൻ്റൽ ഇത് എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യും. ഒരു 10-year-old ഒരു ഗേൾ, നമുക്ക് 10-year-old എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ചെറിയ കുട്ടിയാണ്, 10 വയസ്സായിട്ടേ ഉള്ളൂ. ആ കുട്ടീൻ്റെ ഒരു മെൻ്റൽ ഇതെന്തായിരിക്കും ആ ഫുൾ ടേം പോകുന്നത്. ഈവൻ അഡൽട്ടായിട്ട് അത് 10-25 വയസ്സായിട്ട് പ്രഗ്നൻസിൻ്റെ ആവുന്ന ആൾക്കാർക്ക് പോലും ആ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ വിത്ത് സപ്പോർട്ട് ഓഫ് പാർട്ട്ണർ ആണെങ്കിൽ പോലും ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻസ് വരും, സൊസൈറ്റിയിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരാനുള്ള ബുദ്ധിമുട്ട്. ആ കുട്ടി, ആ ബേബി വിൽ ബി സൊസൈറ്റിയിൽ വരുമ്പോൾ അങ്ങനത്തെ ഒരു ഇത് വെച്ചിട്ടാണ് ഉണ്ടാവുക, ലേബിൾഡ് ആയിട്ടായിരിക്കും.
ആ കുട്ടി വലുതായി വരുമ്പം എന്ത് വരും, അപ്പം വി വർ ഡിസ്കസിങ് അങ്ങനത്തെ ഒരു എന്തുകൊണ്ട് ആ ഒരു ലൈഫ് എന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ ലൈഫ് ആഫ്റ്റർ കൺഫ്യൂഷൻ അങ്ങനെ തിങ്ക് ചെയ്യുന്നത് എന്തിനാന്ന് വരെ നമ്മളൊരു ഡിസ്കഷൻ. ശരിക്കും അങ്ങനെ ഒരു കണ്ടീഷനിൽ ശരിക്കും നമുക്ക് അങ്ങനെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ബേസിസിൽ ശരിക്കും ആ ഒരു കൺഫ്യൂഷൻ വരാൻ അവിടെയൊക്കെ ലൈഫിനാണ് ഇമ്പോർട്ടൻസ്. ഇങ്ങോട്ട് ഭൂമിയിലേക്ക് ജനിച്ച് വന്നിട്ട് വാട്ട് വിൽ ബി ദ സിറ്റുവേഷൻ ഓഫ് ദാറ്റ് ബേബി ഇറ്റ് സെൽഫ്, അത് ആൾക്കാർ നോക്കുക. എല്ലാവർക്കും ഇപ്പോൾ ഒരു നല്ലൊരു അഡാപ്റ്റഡ് പാരൻസ് കിട്ടണം അല്ലെങ്കിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഓർഫനേജസ് ആണെങ്കിലും ഫോസ്റ്റർ കെയറിലാണെങ്കിലും നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വൈ ബ്രിങ് എ ലൈഫ് ടു ഇങ്ങനെ ഒരു ഇത്രയും ഒരു നല്ലതല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് നമ്മൾ ഒരു ലൈഫ് എന്നുള്ള ഒരു ഇതിന് മാത്രം വേണ്ടി കൊണ്ടുവരണം എന്തിനാന്നുള്ളൊരു ഇത് നമുക്കൊരു ഡിസ്കഷൻ ആക്ച്വലി അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള, ഇപ്പം ഇത് പറഞ്ഞോണ്ട് ഈ ലൈഫ് പ്രോ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഡെലിമാറ്റ് സിറ്റുവേഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എനിക്കിങ്ങനെ തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ പല രാജ്യങ്ങളും ഇൻക്രീസിങ് പോപ്പുലേഷനാണ്. അപ്പോൾ ഇന്ത്യ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്, പോപ്പുലേഷൻ ബേസ്റ്റിംഗ്, അതന്നെ ബേസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഫെർട്ടിലിറ്റി കൺട്രോൾ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ടു ബി ഫെർട്ടൈൽ ആൻഡ് ടു അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ്. ഇപ്പം ഈ 2 child norm 1 child norm ചൈനയിലൊക്കെ ഉള്ള പോലെ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഈ പോപ്പുലേഷൻ എക്സ്പാൻഷൻ നടക്കുന്നു, അതിൻ്റെ ബേസിസിൽ എന്തെങ്കിലും കൺട്രോൾ മെക്കാനിസം അല്ല, വൈ ദിസ് ഹാപ്പനിങ്, മേ ബി ഒരു അൺപ്ലാൻ പ്രഗ്നൻസി ഇതേമാതിരി ആയിരിക്കാം. മേ ബി they were denied abortion because they were not coming under the provisions of abortion. അത് കാരണമായിരിക്കാം. Or it could be their rights denied, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ അൺപ്ലാൻഡ് ആയിരിക്കാം. It could have been an unmarried couple ആയിരിക്കാം. സോ ചിലത് ലൈക്ക് മേ ബി അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ പല കാരണത്താലായിരിക്കും ഈ നമ്മൾ ലൈഫ് വരേണ്ട ആവശ്യം വന്നത്. സോ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ടോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇങ്ങനത്തെ കേസസ് ഫെർട്ടിലിറ്റി റിലേറ്റഡ്, നമുക്ക് ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് നമുക്ക് പ്രോ ചോയ്സിന് അഗേൻസ്റ്റ് ആണ്. ഒരു പേഴ്സൺ ടു ബി ഫെർട്ടൈൽ ഓർ ടു എന്താ പറയുക, ഇപ്പോൾ ഒരു മദറാണെങ്കിൽ ഫെർട്ടൈൽ ആവുക, കുട്ടികളുണ്ടാവുക എന്നൊക്കെ ഉള്ള ഇപ്പം അവരുടെ ചോയ്സ് തന്നെയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ടോക്ക് എപ്പോഴെങ്കിലും ഫെർട്ടിലിറ്റി റിലേറ്റഡ് ലോസ് അല്ലെങ്കിൽ ആക്ട്സ് അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഇൻക്ലൂഡ് ചെയ്യണം എന്നൊക്കെ വന്നിട്ടുണ്ടോ? ഈ ഇങ്ങനത്തെ ഹിയറിംഗ് സമയത്ത് നമ്മൾ മെയിനായിട്ടും ഈ ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു വിച്ച് റൈറ്റ് എന്നുള്ള ആ ഒരു ലൈനിലാണ് നമ്മൾ പോവുക. കാരണം അപ്പോഴത്തെ നമ്മൾ ഇമ്മീഡിയറ്റ് റിലീഫ് ആവശ്യമുള്ള എന്താ, എങ്ങനെയെങ്കിലും കൂടുതൽ സമയം എടുക്കാതെ ആ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിന് എന്താ ഒരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. ഇങ്ങനത്തെ ഒരു എന്താ പറയുക വാസ്റ്റ് ആർഗ്യുമെൻ്റ് ഒക്കെ എടുത്താൽ അത് കുറേ ടൈം അതിൽ പോകും. ഇല്ല അങ്ങനെ ഉണ്ടായി വന്നിട്ടില്ല. അപ്പോൾ ഈ 2 child നോർമലിനെ പറ്റിയിട്ട് എന്താണ് ഒരു പ്രസന്റ് സ്റ്റാറ്റസ്? ഇന്ത്യയിൽ അങ്ങനെ ഒരു 2 child നോമിനെ പറ്റിയിട്ടുള്ള ഇപ്പോൾ ഒരു ആക്റ്റീവ് ഡിസ്കഷൻ ഒന്നും ഇല്ല എന്നാണ് എൻ്റെ അറിവ്. ഇപ്പോൾ ചൈനയിലൊക്കെ ഉള്ള പോലെ അതല്ലേ ഉദ്ദേശിച്ചത്? അപ്പം അങ്ങനെ ചില ഇത് പൊളിറ്റിക്കൽ ഇത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അതിനു വേണ്ടി ആക്റ്റീവ്ലി ഒരു സ്റ്റെപ്സ് ഒന്നും അല്ലെങ്കിൽ ഡിസ്കഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ലോസ് ഒക്കെ കൂടുതലും എക്സസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടുന്നത് അവിടുത്തെ റെസിഡൻസിനെ എന്താ പറയുക സപ്പോർട്ടീവായിട്ടായിരിക്കും. അതായത് അവിടെ ഒന്നുകിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഫ്ലറിഷ് ചെയ്ത്, അല്ലെങ്കിൽ അവിടെ റെസിഡൻ്റായിട്ട് ഒരുപാട് നാൾ നിൽക്കുന്നവരോ, അല്ലെങ്കിൽ അവിടെ പണ്ടേ ആ ഏരിയയിൽ പണ്ടേ ഉള്ളവർക്കായിരിക്കും കൂടുതലും ഇങ്ങനത്തെ ലോസൊക്കെ
സപ്പോർട്ടും, അവരുടെ ലൈഫിനായിരിക്കും കൂടുതൽ സപ്പോർട്ടും, ഹെൽത്തിനായിരിക്കും കൂടുതൽ സപ്പോർട്ടും, പിന്നെ അവരായിരിക്കും കൂടുതൽ എക്സസൈസ് ചെയ്യാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ മുൻകൈ എടുക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ഉപരി നമുക്കൊരു കാറ്റഗറി ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഒരു മൂവിങ് പോപ്പുലേഷനാണ്. അപ്പോൾ മൈഗ്രൻസ് എന്ന് ഞാൻ പറയത്തില്ല, എന്ന് വെച്ചാൽ അവർ കണ്ടിന്യൂസ് മൈഗ്രേഷൻ ആയിരിക്കില്ല. അപ്പം മൂവിങ് പോപ്പുലേഷൻ എല്ലായിടത്തും ഉണ്ട്. ഒരു കൺഫ്യൂഷൻ ആസ് ടു വെയർ ടു സെറ്റിൽ, അല്ലെങ്കിൽ മൂവിങ് ഡ്യൂ ടു വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ. സോ ഒരു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ പെർമനൻ്റ്ലി സെറ്റിലിങ് ഇൻ സച്ച് എ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പം കാണത്തില്ല. വർക്ക് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫാമിലി ബേസ്ഡ് ആയിട്ടോ പല കാരണത്താൽ അവർ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇൻമൈഗ്രേഷൻ ഉണ്ട്, ഔട്ട് മൈഗ്രേഷൻ ഉണ്ട്, ഇൻ്റർ സ്റ്റേറ്റ് ഉണ്ട്, വിത്തിൻ ദ ഡിസ്ട്രിക്ട്സ് ഉണ്ട്, ഇൻ്റർനാഷണൽ ടൈപ്പ് ഓഫ് മൈഗ്രൻസ് ഉണ്ട്. അപ്പം ഇതിന് ഒരു മൈഗ്രൻ്റ് റിലേറ്റഡ് ഹെൽത്ത് ആസ്പെക്റ്റിൽ നമ്മളിപ്പോൾ ഒരു ചില മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ദോസ് ഹൂ സെറ്റിൽമെൻറ്റ്സ് ഒക്കെ ആയിട്ടുള്ള അവർക്ക് പ്രത്യേക സ്ക്രീനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഹെൽത്ത് സർവീസസ് കൊടുക്കലും ഒക്കെ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ഫോർ ദെം ഒരു എന്തെങ്കിലും മൈഗ്രൻ്റ് റിലേറ്റഡ് ലോസോ അല്ലെങ്കിൽ പോളിസീസോ വേർ ദേ ക്യാൻ അപ്രോച്ച് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മേ ബി. പക്ഷേ ഒരു മൈഗ്രൻ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ ഇപ്പോൾ ഹെൽത്ത് മാത്രമായിട്ട് നമ്മൾ മൈഗ്രൻസിൻ്റെ ഹെൽത്ത് മാത്രമായിട്ട് അങ്ങനെയില്ല. മൈഗ്രൻ്റ് ലേബേഴ്സിൻ്റെ ഒരു ലോ ഉണ്ട്. അത് പ്രകാരം മൈഗ്രൻ്റ് ലേബേഴ്സ് വരുന്നത് അവർ രജിസ്ട്രേഷൻ എടുക്കണം, അല്ലെങ്കിൽ അവർ എംപ്ലോയി ചെയ്യുന്ന ആൾക്കാർ അവിടെ രജിസ്റ്റർ ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കണം. ഇത്ര ആൾക്കാർക്ക് അവരുടെ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നുണ്ട്, അവർക്ക് എന്തൊക്കെ വാക്സിൻ ആവശ്യമുണ്ടോ അങ്ങനത്തെ ഹെൽത്ത് സർവീസസ്, ഇൻഷുറൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അല്ലാതെ ഇപ്പോൾ മൈഗ്രൻസിൻ്റെ ഹെൽത്ത് മാത്രം അങ്ങനെ ഒരു പോയിന്റ് മാത്രമായിട്ടല്ലല്ലോ, ജനറൽ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു അവർ വന്ന് ആവശ്യമാണ്. ബിക്കോസ് ഞാൻ കുറച്ച് ഫീൽഡ് വർക്കൊക്കെ ഇൻവോൾവ് ചെയ്ത വർക്കായതുകൊണ്ട് ഒരുപാട് പേര് ഇതേമാതിരി ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ആക്ട് വിച്ച് കുഡ് ഹാവ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ഫോർ ദെം, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അവർ ഇൻ്റർസ്റ്റേറ്റ് മൈഗ്രൻസ് ആണ്. ബട്ട് ദീസ് ആക്ട്സ് വെർ നോട്ട് ഒരു പാർട്ട് ഓഫ് ദെയർ ലൈഫ് ഓർ they were not approaching. അവർക്ക് ആ പ്രശ്നമുണ്ട്, they had this issue, പക്ഷേ they couldn't approach the law എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഫോർ എക്സാമ്പിൾ ഇപ്പം MTP ആക്ട് പ്രകാരം ഒരു വേറൊരു സ്റ്റേറ്റിൽ നിന്ന് ആൾക്കാർ വന്ന് നിൽക്കുകയാണ്. അതേ എൻറ്റൈറ്റിൽ ബിക്കോസ് ഓഫ് ഈ ക്ലോസസ് തന്നെ, നോട്ട് അഗെയിൻസ്റ്റ് ദ ക്ലോസസ് ഓർ എനിത്തിങ്, ആ പ്രൊവിഷൻസ് അനുസരിച്ചുള്ള അബോർഷൻ കൊടുക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, കാരണം ഈ ആക്ട് എന്ന് പറയുന്നത് ഫോർ എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ മൈഗ്രൻസ് ആണെങ്കിലും ഇവിടെയുള്ള നമ്മളിവിടുത്തെ ഒറിജിനൽ ഇൻഹിബിറ്റൻസ് ആണെങ്കിൽ പോലും എല്ലാവർക്കും, പക്ഷേ ഓൺലി തിങ് അവർ ദേ മേ നോട്ട് ബി അറിയുന്നുണ്ടാവില്ല ഇങ്ങനെ ഒരു റൈറ്റ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അത് അറിയാതിരിക്കുമ്പം മേ ബി അവർ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ടാവും. അപ്പോൾ അവർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് സർവീസസ് അവരാണ് ഇങ്ങനത്തെ കാര്യം, ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരുമ്പോൾ അവരെ അവെയർ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് അവെയർനെസ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഇവരെ ഒരു പ്രോപ്പർ എന്താ പറയുക ഒരു ഡോക്യുമെൻറ്റേഷൻസ് നടത്തുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതെല്ലാം ചെയ്ത് ഈ അവെയർനെസ് സെഷൻസ് പബ്ലിക്കിന് ആസ് വെൽ ആസ് ഈ മൈഗ്രൻസിന് അങ്ങനെയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇന്ന റൈറ്റ്സ് ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ അവിടുന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കും, യു ക്യാൻ ഡു ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കോടതിയിൽ പോവാം, ഇന്ന സ്ഥലത്ത് പോയാൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ അവിടുന്ന് യു വിൽ ഗെറ്റ് അത് പെൻഷൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടും എന്നുള്ളത് അങ്ങനത്തെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ത്രൂ അവർക്ക് അവെയർനെസ് കൊടുക്കാൻ പറ്റും. ഇപ്പം മൈഗ്രൻ്റ് പോപ്പുലേഷൻ ലീഗൽ അഡ്വൈസ് സെക്ഷനിൽ are they included in this vulnerable അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ഇതിൽ മൈഗ്രൻസ് ഇൻവോൾവ്? അത് ലീഗൽ, അതായത് ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്ന
കാറ്റഗറീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലീഗൽ സർവീസസ് അതോറിറ്റീസ് ആക്ടിൽ. അതിൽ എനി വുമൺ, അപ്പോൾ അത് ഇത്ര വലിയ കോടികൾ ഇൻകം ഉള്ള ഒരു ലേഡി ആണെങ്കിൽ പോലും ഷീ ക്യാൻ ഗോ ടു ദ ലീഗൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്, പറയാം ഐ എം എ വുമൺ, ഐ വാണ്ട് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കണം. അതാണ് നമ്മളെ ലീഗൽ സർവീസ് ആക്ടിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ഒരു ഇത്രയും ഇൻകം ബിലോ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ വിമൻ പ്രിസണേഴ്സ്, ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ആൾക്കാർ, അതൊക്കെയാണ് ദോസ് ആർ ദ കാറ്റഗറീസ് ഓഫ് പേഴ്സൺസ് ഹു ആർ എലിജിബിൾ ഫോർ ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പം ആ ഒരു ഇൻകം ലെവലിൽ താഴെയാണ്. അപ്പോൾ അവർ വില്ലേജ് ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ട് തന്നെ ദേ ആർ എൻറ്റൈറ്റിൽ ടു ഫ്രീ ലീഗൽ എയ്ഡ്. അത് അങ്ങനെ മൈഗ്രൻസ് എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ഇപ്പോൾ കേരളത്തിലുള്ള ആൾക്കാരാണെങ്കിൽ കേരളത്തിലെ ഒരു മലയാളി ആണെങ്കിൽ പോലും ഇഫ് ഹി ഹാസ് ആ ഒരു പ്രിസ്ക്രൈബ് ഇൻകം ലെവലിന് താഴെയാണെങ്കിൽ അപ്പോൾ ഹി വിൽ ഗെറ്റ് അത് ഫ്രീ ലീഗൽ എയ്ഡ്. നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇപ്പം വന്ന് നിൽക്കുന്നത് മൈഗ്രൻ്റ് ഹെൽത്തും മൈഗ്രൻസിന് എങ്ങനെ നമുക്ക് അവരുടെ റൈറ്റ്സ് എക്സസൈസ് ചെയ്യാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം, ലീഗൽ സർവീസസിനെ അപ്രോച്ച് ചെയ്യാം എന്നുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഒരു ടച്ച് അപ്പോൺ ചെയ്യാൻ പോകുന്നത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഫുള്ളി എസ്റ്റാബ്ലിഷ്ഡ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഹോസ്പിറ്റൽസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് they have all this policies regarding documentation, getting consent, maintaining the privacy, confidentiality of their information. ഇങ്ങനെ പല കാര്യങ്ങളും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിസിൽ വി മേക്ക് ഇറ്റ് കമ്പൽസറി ആൻഡ് ദർ ഇസ് എ മോണിറ്ററിങ് മെക്കാനിസം. ചിലപ്പോൾ ദേ മേ ഹാവ് എ സെൽഫ് മോണിറ്ററിങ് മെക്കാനിസം അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസറി ബോർഡ് ഫ്രം എ ലീഗൽ അല്ലെങ്കിൽ ഒരു മോണിറ്ററിങ് മെക്കാനിസം. അപ്പോൾ അത് ഇസ് ഇറ്റ് ഇൻ പ്ലേസ്? ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഫോർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ വാട്ട് ഇസ് ദ പ്രസന്റ് സിനാരിയോ? സെയിം സിനാറിയോ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏത് ഒരു പബ്ലിക് ഹെൽത്ത് ഹോസ്പിറ്റലാണെങ്കിലും അവരുടെ അവിടെ ഒരു HOD ഉണ്ടാവും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഓരോ ഓവറോൾ ഡയറക്ടർ ഉണ്ടാവും. അവർക്ക് ദേ വിൽ ബി ഹാവിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ആസ് വെൽ ആസ് ഈ മെഡിക്കൽ ഡ്യൂട്ടീസിന് പോലെ തന്നെ. അപ്പോൾ അവർ ദേ ഹാവ് ടു സബ്മിറ്റ് പീരിയോഡിക്കൽ റിപ്പോർട്ട്സ്, പീരിയോഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ, ഓഡിറ്റിംഗ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പീരിയോഡിക് എല്ലാം അയക്കേണ്ട ഒരു ഡ്യൂട്ടി ഉണ്ട്. അത് ആ ഡ്യൂട്ടി അത് വെച്ചിട്ട് ആ ഒരു എല്ലാ കൊല്ലം അല്ലെങ്കിൽ ആ പറഞ്ഞ പെർട്ടിക്കുലർ പീരീഡിൽ അതിൻ്റെ എത്ര ഇത് സർജറീസ് ചെയ്തു, അതിലെത്ര സക്സസ്, എത്ര ഫെയിലിയർ, അങ്ങനെ ഒരു റിപ്പോർട്ട് എല്ലാ ഹോസ്പിറ്റൽസും കൊടുക്കണം. ഒരു എപ്പോഴെങ്കിലും ഒരു കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് അല്ലെങ്കിൽ പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റിന് വേണ്ടിയിട്ട് കേസസ് വന്നിട്ടുണ്ടോ? കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാൻ ആസ് പെർ ലോ തന്നെ അലോ ചെയ്യുന്ന ചില സർക്കംസ്റ്റാൻസസ് ഉണ്ട്. അതായത് ഇപ്പം ഒരാൾ പുറത്ത്, ഇപ്പം നമ്മൾ നിപ്പൻ്റെ സമയത്താണെങ്കിൽ ഒരാൾ പുറത്തുനിന്ന് അന്ന് ഈ എയർ ട്രാവൽ ചെയ്ത് വന്ന ആൾക്കാരെല്ലാം റിപ്പോർട്ട് ചെയ്യണം, എന്നിട്ട് അവരെല്ലാം ടെസ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് ആ ഫസ്റ്റ് നിപ്പൻ്റെ സമയത്ത്, കൊറോണൻ്റെ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെ ആ കൊറോണ വന്ന ആൾക്കാരെ ഒരു ഭയങ്കര പേടിയും, അവരെ മാറ്റി നിർത്തുക, ഇയാൾ അവിടെ പോയി നടന്നിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ. അപ്പം ഇഫ് എ പേഴ്സൺ സേസ് എനിക്ക് കൊറോണ ഉണ്ടെങ്കിൽ യു ഷുഡ് നോട്ട് പബ്ലിസൈസ് ദാറ്റ്. അപ്പം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും അയാൾ എവിടുന്ന് വന്ന് അല്ലെങ്കിൽ അയാൾ എവിടെയാണ് അയാളെ വീട്, അതൊക്കെ ന്യൂസ് പേപ്പറിലും മീഡിയയിലും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം അയാൾ പറയാണ് ഇത് എൻ്റെ റൈറ്റ് പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് ആണെന്ന് പറഞ്ഞാൽ അത് പക്ഷേ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡീവിയന്റ് ലോസിന്റെ അടിയിൽ വരും. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്, എക്സ്ട്രീം സിറ്റുവേഷനിൽ പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് അയാളായിട്ട് ആർക്കൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഇന്ററാക്ഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാലേ അവരെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് അവർക്ക് പ്രോപ്പർ മെഡിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൽ ഒരു പ്രൈവസി ഇൻഫ്രിഞ്ച്മെന്റ് പറയാൻ പറ്റില്ല. പാർട്ട് 2 നമ്മൾ MTP ആക്ട്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട്, അതുകൂടാതെ മൈഗ്രൻ്റ് പോപ്പുലേഷൻ്റെ
ലോ ആസ്പെക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനിയും പാർട്ട് 3 കണ്ടിരിക്കണം. പാർട്ട് 3 ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.